നിലമ്പൂർ പാട്ടുത്സവത്തിന് പോകട്ടെ, നമുക്ക് പോകാനുള്ള ബസ്സാണിത്. അങ്ങനെ ഇതാ നമ്മൾ നിലമ്പൂർ എത്തിക്കണേ. നമ്മൾ ബസ് ഇറങ്ങി കുറച്ച് അങ്ങോട്ട് തന്നെ നടക്കാണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നടന്നപ്പോൾ അവിടെയുള്ള വ്യൂ ഒക്കെ കണ്ടത്. നമ്മൾ റോഡിലൂടെ പോയപ്പോൾ ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 6 മണി സമയമായപ്പോഴത്തേനാണ് കേട്ടോ ഈ ജനങ്ങൾ ഇവിടെ തിങ്ങി നിൽക്കുന്നത്. കുറച്ചും കൂടി കഴിഞ്ഞ് ഒരുപാട് ആൾക്കാരായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ കച്ചവടങ്ങളും റൈഡുകളും ഗെയിമുകളും ഒരുപാടുണ്ട്. ഇതാ ഇപ്രാവശ്യത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ തോണിയാണ് കേട്ടോ. സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും വാതിൽ ഒരുമിച്ച് തുറന്നെടുത്ത ഫീലാണെന്ന് അതിൽ കയറിയവരൊക്കെ പറഞ്ഞത്. ഒരു വട്ടം ഞാൻ കയറിയതുകൊണ്ട് എനിക്കും നന്നായിട്ട് അറിയാം. ഇനി ഇതാ നമുക്ക് പൈസ കൊടുത്ത് കുറച്ച് പേടിച്ചിട്ട് വരാം. ഇതിതാ ഇവളെന്തൊക്കെയോ ചൊല്ലുണ്ട് കേട്ടോ ഗൈസ്. ഇത് നമുക്ക് അതിൻ്റെ മുകളിൽ നിന്നിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അതിൽ കയറി പേടിച്ചിട്ട് പോരാഞ്ഞിട്ട് ഇതാ നമ്മൾ ഇനി ഇതിലാണ് കേട്ടോ കറങ്ങണത്. ഇതിൽ 2 ആട്ടം ആട്ടിയപ്പോൾ തന്നെ നമ്മൾ ഒരു ഭാഗത്തായിനി കേട്ടോ. അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുകയാണ്, മഞ്ചേരിക്ക് പോരുകയാണ് കേട്ടോ. അവിടുത്തെ തിക്കും തിരക്കും കഴിഞ്ഞ് ബസ് കയറി വെക്കുമ്പോൾ ബസ്സിലും കൊള്ളാത്ത ആൾക്കാർ. അങ്ങനെ നമ്മൾ മഞ്ചേരിക്ക് നമ്മൾ ആൾ കൊണ്ടുവരാൻ വന്നേന്. നമ്മൾ ഇതാ നാത്തൂനും കുട്ടികളൊക്കെ ഓരോ വീട്ടിലാക്കി കൊടുത്ത് നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. തിരിച്ചു പോരുന്നതിൻ്റെ ഇടയ്ക്ക് രാത്രിക്കുള്ള ഫുഡും വാങ്ങിങ്ങാണ്ട് അത് വീട്ടിൽ കുത്തിർന്നങ്ങാണ്ട് അതും കഴിച്ച് നന്നായിട്ടൊന്ന് ഉറങ്ങി. അപ്പോൾ നമ്മളതിൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.